ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 7-ാം വചനം ഇപ്രകാരം പറയുന്നു: അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നുവെന്ന്. നമുക്ക് എന്തെങ്കിലും ആന്തരിക മുറിവുകളോ തഴക്കദോഷങ്ങളോ മൂലപാപങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ശക്തമായ ഒരു പ്രാർത്ഥനയാണ്: ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. അതെ, നമ്മുടെ ഓർമ്മ വെച്ച നാൾ മുതൽ നമുക്കെന്തെങ്കിലും സ്നേഹം കിട്ടാത്ത അവസ്ഥയോ അവഗണിക്കപ്പെട്ട അവസ്ഥയോ ഒറ്റപ്പെട്ട അവസ്ഥയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം: ഈശോയെ, അങ്ങയുടെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഇനിയും നമുക്കെന്തെങ്കിലും തഴക്കദോഷങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂലപാപങ്ങളുണ്ടെങ്കിൽ, എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കണ്ട് ഈശോയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ നാവ് കൊണ്ട് ഞാൻ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞ് ഈശോയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ, എൻ്റെ ഹൃദയ വിചാരങ്ങൾ കൊണ്ട് ഞാൻ ഈശോയെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം: ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ നാവിനെ കഴുകണമേ, എൻ്റെ കണ്ണിനെ കഴുകണമേ, എൻ്റെ ഹൃദയ വിചാരങ്ങളെ കഴുകണമേ. ഈ നിമിഷം മുതൽ നമുക്ക് ഈശോയുടെ തിരുരക്തത്തിൻ്റെ സംരക്ഷണം ചോദിച്ച് പ്രാർത്ഥിക്കാം: ഈശോയെ, അങ്ങയുടെ തിരുരക്തം കൊണ്ട് എൻ്റെ ഉച്ച തൊട്ട് ഉള്ളങ്കാല് വരെ കഴുകണമേ. ആമേൻ. ആവേ മരിയ.